മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് കേരളത്തിൽ നിലവിലുള്ള ഒരു പ്രത്യേക സംവിധാനമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകൾക്ക് സംഭാവന ചെയ്യാം. സർക്കാർ ഒരു ഗണ്യമായ തുക എല്ലാ വർഷവും ബജറ്റിൽ അതിനുവേണ്ടി മാറ്റിവെക്കാറുണ്ട്. കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ ദുരിതത്തിൽപ്പെടുന്ന ആളുകൾ, ദുരന്തത്തിൽപ്പെടുന്ന ആളുകൾ, അപകടത്തിൽപ്പെടുന്ന ആളുകൾ തുടങ്ങി സർക്കാരിനെ സഹായിക്കണമെന്ന് തോന്നുന്ന സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് സഹായം ലഭ്യമാകുന്ന ആർക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം ലഭ്യമാക്കാൻ കഴിയും. അതിനൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു നിശ്ചിത തുക വരെ ജില്ലാ കളക്ടർമാർക്ക്, ചെറിയ തുകകൾ 10,000 രൂപ വരെയൊക്കെയുള്ള തുകയാണെങ്കിൽ ജില്ലാ കളക്ടർക്ക് നേരിട്ട് കൊടുക്കാം. അതിന് മുകളിലുള്ളതാണെങ്കിൽ റവന്യൂ സെക്രട്ടറി, ഇത് കൈകാര്യം ചെയ്യുന്ന ധനകാര്യ വകുപ്പ് സെക്രട്ടറിയോ റവന്യൂ സെക്രട്ടറിയോ അറിഞ്ഞുകൊണ്ടുള്ള അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് മുകളിലേക്കാണെങ്കിൽ മാത്രമേ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിലെമ്പാടും ചെറുതും വലുതുമായ സഹായങ്ങൾ രോഗികൾക്കുൾപ്പെടെ അല്ലെങ്കിൽ ഏതെങ്കിലും അപകടത്തിൽ മരിച്ച ആളുകൾക്ക് ഉൾപ്പെടെ സർക്കാർ ലഭ്യമാക്കാറുണ്ട്. 2018 വരെ ഏറ്റവും അധികം തുക CMDRF-ൽ വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഷെയർ വരുന്നത് ബജറ്റിൽ നിന്ന് തന്നെയാണ്. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ഒരു നിശ്ചിത തുക ഓരോ വർഷവും CNDRF എന്ന പേരിൽ മാറ്റിവെക്കാറുണ്ട്. ആളുകൾ കൊടുക്കുന്ന പണം, സാമ്പത്തികമായ സഹായങ്ങൾ, അതിന്റെ ഒരു 10% താഴെയാണ് പലപ്പോഴും വരാറുള്ളത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വരുന്ന തുക മുഖ്യമന്ത്രിയുടെ ഇഷ്ടമനുസരിച്ച് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം എന്നുള്ളതാണ്, അർഹരായ ആർക്ക് വേണമെങ്കിലും. അപ്പോ പലപ്പോഴായി മുഖ്യമന്ത്രിമാരുടെ ജനസമ്പർക്ക പരിപാടികൾക്ക് വേണ്ടി ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ കാലത്ത് ഏറ്റവും അധികം ജനസമ്പർക്ക പരിപാടികൾ നടത്തിയപ്പോൾ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനും ജനസമ്പർക്ക പരിപാടികൾ നടത്തുന്നതിനും അതിന്റെ പ്രചരണത്തിനുമൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വരെ പണം ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുഖ്യമന്ത്രിക്ക് പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്ത് ഏതെങ്കിലും കുടുംബത്തിനെ സാമ്പത്തികമായി സഹായിക്കണമെന്ന് തോന്നിയാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് നിയമപരമായ അധികാരമുണ്ട്. അത് വെച്ചിട്ടാണ് അത്തരത്തിലുള്ള സഹായങ്ങൾ നൽകാറുള്ളത്. അതനുസരിച്ച് മരിച്ചുപോയ ചില ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ കുടുംബാംഗങ്ങൾക്ക് പണം കൊടുത്തിട്ടുണ്ട്. ഈ സർക്കാർ വന്ന ശേഷം തന്നെ ശ്രീ ഉഴവൂർ വിജയന്റെ ഫാമിലിക്ക് അത്തരത്തിൽ ഒരു സഹായം സർക്കാർ ചെയ്യുകയുണ്ടായി. അതിനുശേഷം ചെങ്ങന്നൂർ MLA മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായ കടം വീട്ടുന്നതിന് വേണ്ടി ഈ CMDRF-ൽ നിന്ന് പണം ചെലവഴിക്കുകയുണ്ടായി. പക്ഷേ 2018 ഓഗസ്റ്റ് മാസം കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ പ്രളയം വന്നപ്പോൾ അഭൂതപൂർവമായി ജനങ്ങൾ CMDRF-ലേക്ക് പണം കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. CMDRF ആണ് പ്രധാനപ്പെട്ട സഹായ സോഴ്സ് എന്ന് വന്നു. അങ്ങനെ വരുമ്പോൾ വലിയൊരു സംശയം ആളുകൾക്കുണ്ടായി. ഈ CMDRF-ൽ നിന്ന് ഈ സർക്കാരിന് ഇഷ്ടമുള്ളതുപോലെ പണം ചെലവഴിക്കുമോ? ഇത് വാസ്തവത്തിൽ ദുരന്ത നിവാരണത്തിനോ അല്ലെങ്കിൽ ദുരന്ത ബാധിതർക്കോ അല്ലാതെ മറ്റാർക്കെങ്കിലും കിട്ടുമോ? ഈ സംശയങ്ങൾ കേരള ഹൈക്കോടതി മുമ്പാകെയും അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. അപ്പോഴാണ് ഹൈക്കോടതി ചോദിച്ചത്, എങ്ങനെയാണ് നിങ്ങൾ ആളുകളുടെ ഈ സംശയം, ആശങ്ക അകറ്റാൻ പോകുന്നത് എന്ന്. അതിന് മറുപടിയായി സംസ്ഥാന സർക്കാർ തന്നെ സത്യവാങ്മൂലം സമർപ്പിച്ചു. ഈ വന്നിരിക്കുന്ന മുഴുവൻ പണവും ഇപ്പോൾ CMDRF-ൽ 2018 ഫ്ലഡിന് ശേഷം വന്ന മുഴുവൻ പണവും പ്രത്യേകമായ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റി അതിൽ നിന്ന് ദുരിതബാധിതർക്ക് മാത്രമേ ആ പണം ചെലവഴിക്കൂ എന്ന ഉറപ്പ് സർക്കാർ നൽകിയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ആ കേസുകൾ ഇപ്പോഴും ഹൈക്കോടതിയിൽ നിലവിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരാതികൾ ഹൈക്കോടതി കേൾക്കുന്നുണ്ട്. അതിന്റെ മോണിറ്ററിംഗ് ഏതാണ്ട് എല്ലാ മാസവും 2-3 തവണ ആ കേസുകൾ കേൾക്കുകയും അതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം ഹൈക്കോടതിക്ക് മുമ്പാകെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒരാൾക്ക് പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 2018 ഓഗസ്റ്റ് മാസം ലഭിച്ച, അതിനുശേഷം ലഭിച്ച തുക വകമാറ്റി മറ്റാർക്കോ അനർഹരായ ആളുകൾക്ക് കൊടുത്തു എന്ന പരാതി സർക്കാരിനോ കോടതിക്കോ മുമ്പിൽ വന്നിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അത് കോടതി വിധിയുടെ ലംഘനമാവും. അപ്പൊ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2018 ഫ്ലഡ് കാലത്ത് പോയതും അതിനുശേഷം പോയതുമായ തുക കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു സംവിധാനം സർക്കാരിലുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ നിന്നാണ് ഏറ്റവും കൂടിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്നത്. ആളുകൾ കൊടുക്കുന്നത് പലപ്പോഴും അതിന്റെ 10% ഒക്കെ വരുള്ളൂ. 2018 ഫ്ലഡ് വന്നപ്പോഴാണ് ഇതിനൊരു വലിയ മാറ്റം വന്നത്. ഏതാണ്ട് 3000-ലധികം കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ ഈ CMDRF-ലേക്ക് വന്നു. നമ്മൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് സംസ്ഥാന സർക്കാർ ഏതാണ്ട് 7,37,484 പേർക്ക്
നേരിട്ട് ദുരിത സഹായം ലഭ്യമാക്കി എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. 2,47,666 വീടുകൾ ഇത് സംബന്ധിച്ച് സർക്കാർ നേരിട്ട് CMDRFൽ കിട്ടിയ പണം കൊണ്ട് നിർമ്മിച്ചു നൽകുകയുണ്ടായി. 2008 കോടി രൂപ മൊത്തം സംസ്ഥാന CMDRFലേക്ക് കിട്ടിയ തുകയിൽ ഏതാണ്ട് 1,318 കോടി രൂപയോളം വീടുകൾക്കും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ആളുകൾക്ക് 10,000 രൂപ നേരിട്ടുള്ള ധനസഹായമായും അങ്ങനെയെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞു. ഇനിയും ഏതെങ്കിലും തരത്തിൽ ദുരിതബാധിതരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള പണം 25,000 രൂപ വീതം ഈ അംഗപരിമിതരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള സർക്കാർ പണം ഇപ്പോഴും മാറ്റിവെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ധനസഹായങ്ങൾ നൽകാനുണ്ട്. അപ്പൊ ആ തുക കൃത്യമായി വിനിയോഗിച്ചതിന്റെ കണക്കുകൾ വെബ്സൈറ്റിൽ തന്നെ ലഭ്യമാണ്. ഇനി സംശയമുള്ള ആർക്കെങ്കിലും 10 രൂപയുടെ വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുത്താൽ ഈ കണക്കുകളെല്ലാം കിട്ടും. പലപ്പോഴും ഈ തെറ്റിദ്ധാരണാപരമായ വാർത്തകൾ പരത്തുന്നവർ, അറിയാതെ ഷെയർ ചെയ്യുന്ന ആളുകൾ, ഇത് അന്വേഷിക്കാൻ മെനക്കെടാത്തവരാണ് പലപ്പോഴും ഇത് നുണകൾ വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. ഇത് വാസ്തവത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും ക്രെഡിബിളായ സംസ്ഥാന സർക്കാരിന്റെ ഓഡിറ്റ്, ഇന്റേണൽ ഓഡിറ്റ്, ധനകാര്യ വിജിലൻസ് വിഭാഗത്തിന്റെ ഓഡിറ്റ്, CAG അതായത് ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ വാർഷിക ഓഡിറ്റ്, ഇത് കൂടാതെയാണ് കേരള ഹൈക്കോടതിയുടെ ഇത് സംബന്ധിച്ചുള്ള കേസ് മോണിറ്ററിംഗ്. ഇങ്ങനെ 5 തരത്തിലുള്ള ഓഡിറ്റിംഗിലൂടെയും അത് കൂടാതെ പബ്ലിക് ചോദിക്കുമ്പോൾ വിവരാവകാശ പ്രകാരം വിവരങ്ങൾ കൊടുക്കുന്ന അടക്കമുള്ള ഒരു കൃത്യമായ ഓഡിറ്റ് സംവിധാനത്തിലാണ് CMDRFൽ എത്തുന്ന ഓരോ രൂപയും ചെലവഴിക്കപ്പെടുന്നത്. അത് ആരെങ്കിലും മിസ്യൂസ് ചെയ്താൽ അവരെ നിയമം വെറുതെ വിടില്ല. അവരെ നിയമപരമായി ശിക്ഷിക്കാൻ നമ്മുടെ നാട്ടിൽ സംവിധാനവുമുണ്ട്. ഏതെങ്കിലും സ്വകാര്യ ട്രസ്റ്റുകൾക്കോ സ്വകാര്യ വ്യക്തികൾക്കോ നമ്മൾ കൊടുക്കുന്ന പണം അവർ മിസ്യൂസ് ചെയ്താൽ പോലും നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്വകാര്യ കമ്പനികളെക്കാൾ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളെക്കാൾ പലപ്പോഴും ഇത്തരം ഫ്ലഡ് റിലേറ്റഡ് അല്ലെങ്കിൽ ദുരന്ത നിവാരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഏറ്റവും വിശ്വാസയോഗ്യമായ ഒരു ചാനൽ സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തന്നെയാണ്. ഇത് അറിയാത്ത ആളുകളാണ് പലപ്പോഴും സർക്കാർ ഏതെങ്കിലും കാര്യത്തിന് പണം ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ അതെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചെലവാക്കുന്ന പണമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത്. ഏത് സർക്കാർ ഭരിച്ചാലും മന്ത്രിമാർക്ക് വാഹനം വാങ്ങിക്കാനുള്ള തുക അതുമായി ബന്ധപ്പെട്ട ബജറ്റിലുണ്ടാവും. മന്ത്രിമാർക്ക് വിദേശയാത്ര നടത്തണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുക ബജറ്റിലുണ്ടാവും. ഇതൊക്കെ എല്ലാ ഗവൺമെന്റുകളും കാലാകാലം ചെയ്യുന്നതാണ്. ഈ ഗവൺമെന്റ് വന്ന ശേഷം ഒരുപക്ഷെ വിദേശയാത്രയ്ക്ക് ഏതെങ്കിലും യാത്രകൾക്ക് പണം ചെലവഴിച്ചിട്ടുണ്ടാകാം. അതും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്ന് കൊടുക്കുന്ന സഹായവുമായി യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ തിരുവനന്തപുരത്തെ ഒരു പ്രമുഖയായ സ്ത്രീയുടെ പേരിലുള്ള ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് സർക്കാർ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു എന്നൊരു ആക്ഷേപം വന്നിട്ടുണ്ട്. വാസ്തവത്തിൽ ഇത് അങ്ങനെ ഒരു സ്ത്രീയുടെ പേരിലുള്ള ഒരു കെട്ടിടമൊന്നും അല്ല വാടകയ്ക്കെടുത്ത് സർക്കാർ RKDPയുടെ ഓഫീസായി മാറ്റിയിട്ടുള്ളതെന്ന് സർക്കാർ തന്നെ ഔദ്യോഗികമായി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ സർക്കാരിന്റെ വിശദീകരണം പലപ്പോഴും എവിടെയും എത്താതിരിക്കുകയും ഈ മുഖ്യധാരാ മാധ്യമങ്ങളും ചില ഓൺലൈൻ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലെ ചില ആളുകളുമൊക്കെ തൽപര കക്ഷികളായി മാറിക്കൊണ്ട് ഏറ്റെടുക്കുന്ന ഒരു നുണപ്രചരണത്തിന് എന്തുകൊണ്ടോ കേരളത്തിൽ വലിയ പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട്. സർക്കാരിനെതിരായിട്ടുള്ള ഒരു സംഗതിയാകുമ്പോൾ തീർച്ചയായിട്ടും അതിന് വലിയ റീച്ച് കിട്ടും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരം നുണകൾ ഈ കേരളത്തിലെമ്പാടും കഴിഞ്ഞ ഒരു വർഷമായി കറങ്ങി നടക്കുന്നതും ഇപ്പോൾ അത് പൊങ്ങി വന്ന് പല ആളുകളും അത് ദൗർഭാഗ്യകരമായി അത് വിശ്വസിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു.